ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് അരി ഒരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത അരിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റാം. ഇനി ഞാനിതിലോട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഈ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിലോട്ട് ചെറിയൊരു പൊട്ട് ഇഞ്ചിയുടെ പൊട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് ലേശം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇട്ട് കൊടുക്കുന്നത് ലേശം ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ടുള്ള വേറൊരു കൂട്ട് എന്താണെന്ന് വെച്ചാൽ ലേശം നെയ്യ് എടുത്ത് അതിലോട്ട് തേങ്ങ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരവേതൊന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ അടുത്തത് ചെറുപഴം നന്നായിട്ടൊന്ന് ശർക്കരയിലിട്ടൊന്ന് വാട്ടിയെടുത്താണ് കേട്ടോ. അത് രണ്ടുമാണ് സെപ്പറേറ്റ് ആയിട്ട് അതിലോട്ട് കൂട്ടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറുപഴത്തിൻ്റെ മിക്സർ ഞാൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മൾ നെയ്യിൽ വാട്ടിയെടുത്ത തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ നമ്മുടെ മാവ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊരു 2 മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്ര മാറ്റി വെക്കുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് ഉണ്ണിയപ്പം ഓരോന്നോരോന്നായിട്ട് പാർന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ഉണ്ണിയപ്പമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ താഴെ ഫീഡ്ബാക്കായി അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.